ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കളെ കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു വിളിച്ചിട്ടല്ലേ? എന്നാലും താങ്കൾക്ക് എന്ത് നമസ്കാരമെങ്കിലും തോന്നുന്നു, ഈ കേരള പോലീസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണെന്ന് അവരറിയാത്തത് കൊണ്ടാണോ അറസ്റ്റ് വൈകുന്നത്, അതോ അവരറിഞ്ഞിട്ടും ബോധപൂർവം അറസ്റ്റ് വൈകിക്കുകയാണോ? നാളെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഒക്കെ കോടതിയുടെ മുന്നിൽ വരികയാണ്. നമസ്കാരമെങ്കിലും നമസ്കാരം. ഞാൻ ഈ വിഷയം കേട്ട് 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 മടുത്ത് ചാനൽ തുറന്നാൽ മുഴുവൻ ഈ വിഷയം. അതുകൊണ്ട് ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒതുങ്ങിയിട്ട് ശ്രീ വേറെ ശശിധരൻ? ഏതെങ്കിലും വിഷയത്തിൽ വിളിക്കാമെന്ന് ആദ്യം വിചാരിച്ചിരുന്നതാണ്. ഇന്നും പക്ഷെ ഒരു എന്നിട്ട് പെൺകുട്ടി രക്ഷയില്ല. KPCCക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ പകർപ്പടക്കം പുറത്തു വന്നതാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഏതാണ്. അപ്പോൾ അപ്പൊ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയുന്ന അതല്ല. ഇപ്പൊ ഈ വിഷയത്തിൽ കിരണിന്റെ ചോദ്യം രാഹുലും പോലീസും തമ്മിൽ വല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോന്നാണോ? അത് തന്നെ, അത് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കണത്, അത്രയ്ക്ക് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നോ ഇത്? കാരണം ഒരു സംസ്ഥാന പോലീസിനെ മുഴുവൻ പരിധിയിൽ നിർത്താൻ പറ്റിയ ഒരാളാണോ അങ്ങനെ രാഹുൽ എന്ന് ആവണമെന്നില്ല. സംശയം തോന്നും. പോലീസിനും ചിലപ്പോൾ ഈ അറസ്റ്റ് വൈകിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും അവർ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തായാലും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല അറസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ അവർക്ക് നിർദ്ദേശം കാണും. കാരണം ഒരു 7-ാം തീയതിക്ക് അറസ്റ്റ്. കാരണം 8-ാം തീയതി വേറെ വിഷയമുണ്ട്. 8-ാം തീയതി ഒരു പ്രമാദമായ കേസിന്റെ വിധി വരും. അപ്പോൾ 7-ാം തീയതി ആകാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെയൊക്കെ ബുദ്ധിപരമായ ഒരു ചിന്താഗതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനുള്ള ആയുസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരെ മാത്രമല്ല, 12-ാം തീയതി കൊണ്ട് ഇതേണ്ട അസ്തമിച്ചു പോകും. 13-ാം തീയതി പിന്നെ വേറെ ആയിരിക്കും ഇവിടെ ഭരണം മാറ്റം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഭരണ തുടർച്ച, ഇതേപ്പറ്റിയൊക്കെയുള്ള ചർച്ചകൾ ദിവസങ്ങളോളം ഉണ്ടാകും. അപ്പോ അതിനുള്ളിൽ മതി ഈ ബോംബ് പൊട്ടിക്കാനെന്നുള്ളതായിരിക്കും പോലീസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശശിധരനാണ് വയലാറുന്നത്. ശ്രീ അജേഷാണ് ദോഹയിൽ നിന്നും. ശ്രീ അജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ പോലീസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് വൈകിക്കുന്നത്? സാറേ, ഇത് പോലീസ് വൈകിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ വെച്ചുകൊണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ഇലക്ഷൻ വരെ ഇത് പുൾ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രം വൈകിപ്പിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവനൊക്കെ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടു ബി വെരി ഫ്രാങ്ക്, ഈ TRP കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറഞ്ഞത്. ഡെയിലി നമ്മൾ ഇതിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ശ്രീ അജേഷ്, ഇന്നിപ്പോൾ വന്നത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. കേരളത്തിൽ 140 പേര് മാത്രമേ MLA മാരായിട്ടുള്ളൂ. ആ MLA മാരിൽ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഈ അടുത്ത കാലത്തെങ്ങും വേറെ ഒരാൾക്കെതിരെ വന്നിട്ടില്ല. അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചെറുപ്പക്കാരനായ കോൺഗ്രസിന്റെ പ്രോമിനന്റ് ഒരു ലീഡറാണ്. അങ്ങനെ ഒരു ലീഡറെ കുറിച്ച് വന്നാൽ സ്വാഭാവികം ചർച്ചയാവും. നാളെ CPM-ന്റെ ആൾക്കെതിരെ വന്നാലും ഈ മട്ടിൽ തന്നെ ചർച്ചയാവും. കേരളത്തിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, അല്ലെങ്കിൽ BJP-യുടെ ആയാലും ഇനി ചിലപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിൽ ചർച്ചയാവും. നമ്മൾ ഈ സമയത്ത് ഇത് ആഘോഷിക്കുന്ന കാര്യം വെച്ചാൽ ഇലക്ഷൻ വെച്ച് മാത്രമാണ്. ഞാനിപ്പോ CPM-കാരനോ കോൺഗ്രസ്കാരനോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ CPM-കാരനെ കുറിച്ചും ഒത്തിരി പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും നിയമസഭയിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ആ വിഷയമൊക്കെ ചർച്ച ഇത്ര നമ്മൾ ആഘോഷിക്കുന്ന കാര്യം. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് TV വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് എന്തെന്ന് എപ്പോ നോക്കിയാൽ ഇവന്റെ പടം കാണിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടം കാണിച്ചിട്ടുണ്ട്. ഇതെന്താ, വാട്ട് ഈസ് ഈ സ്റ്റാർ ആണ്? ഞാൻ വേറെ നെഗറ്റീവ് സ്റ്റാർ ആണെന്ന് പറഞ്ഞു. നെഗറ്റീവ് രീതിയിലുള്ള സ്റ്റാറായി. അതിനെ നമുക്കൊരു ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമില്ലെന്നാണ് എനിക്ക്. ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യണം. ശരി, നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല താങ്കളുടെ വികാരം. പക്ഷേ മനസ്സിലാക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ശ്രീ രാധാകൃഷ്ണനാണ്